സുഹൃത്തുക്കളെ, നമുക്കിന്ന് ഇസ്രയേലിലെ ഒരു സിമിത്തേരി ശവകുടി ഇരുന്നുകൊണ്ടാണ്. മനോഹരമായിട്ട് കിടക്കുകയാണ്. ഒന്ന് കണ്ടുവരാം. നമ്മുടെ നാട്ടിൽ പോലെ തന്നെ സിമിത്തേരി, പക്ഷെ നാട്ടിലൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല പൂക്കളും ചെടികളൊക്കെ വെച്ച് സൈഡെല്ലാം കിളിപ്പിച്ച് അത്യാവശ്യം നല്ല വൃത്തിയായിട്ടൊക്കെ ഇട്ടേക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സിമിത്തേരി പോലെയൊന്നുമല്ല, അതിമനോഹരമായിട്ടിട്ടേക്കുക. ഒരുപാട് ഏരിയ ഉണ്ട്, ഒരുപാട് ഏരിയയിലാണ് ഇരിക്കുന്നത്. കുറേ പള്ളികളുടെ ഒരെണ്ണേ കാണത്തില്ലായിരിക്കും, അതായിരിക്കും അങ്ങനെ കാണിച്ചേക്കുന്നത്. അതിനെപ്പറ്റി എനിക്കറിയത്തില്ല, നമ്മൾ വന്നതേ ഉള്ളൂ ഇസ്രായേലിൽ. നോക്കി കൊള്ളാം, സിമിത്തേരിയ. ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അതുകൊണ്ട് ഇസ്രായേലിൽ വരാനുള്ള തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് വീഡിയോ ഇടാനൊക്കെ. നമുക്ക് ഇസ്രായേലിലെ ഓരോ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇട്ട് മുന്നോട്ട് പോകാം. എന്താ ഇത് കടലാസ് ചെടിയാണ്, നമ്മുടെ നാട്ടിലെ കടലാസ് ചെടി കണ്ടോ. വൈറ്റും ഉണ്ട്, റെഡും ഉണ്ട്, റോസ് കളറാണ് തോന്നുന്നത്. റോസ് കളറ് കടലാസ് ചെടി അറിയാം, നമുക്കറിയാം കടലാസ് ചെടി. ഇപ്പം നാട്ടിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നല്ല ഭംഗിയോടെ നിൽക്കുന്നുണ്ട്. അതിന് ഉൾവശം സിമിത്തേരി, അതാണ്ട് അതിൻ്റെ പുറം ഭാഗം മതിൽ ഭാഗങ്ങളായി ചെടികളും വൃക്ഷങ്ങളും ഒക്കെ വയ്ക്കുന്നതുകൊണ്ട് ബസ്സിനകത്ത് യാത്ര ചെയ്യുക. അതുകൊണ്ട് ബസ് ബ്ലോക്കായി തിരക്കിൽ പോവുക. അതുകൊണ്ടാണ് നമുക്കൊന്നും നല്ലോണം ഷൂട്ട് ചെയ്യാനാകാൻ. ട്രാഫിക് കുഴപ്പമില്ല കേട്ടോ. നല്ലൊരു ചെറിയൊരു വെയിറ്റിംഗ് ഷെഡാണ് കാണാൻ പോകുന്നത്. ഇവിടുത്തെ ഒരു ചെറിയൊരു വെയിറ്റിംഗ് ഷെഡുണ്ട്, ഇരിക്കാനും വിശ്രമിക്കാനൊക്കെ ഉണ്ട്. ചെറുതാണ്. പള്ളിയുടെ സീത്തരുടെ ബാക്ക് ഫ്രണ്ട് വശത്തുള്ളതാണ്. സിമിത്തേരിലോട്ട് കയറുന്ന ഗേറ്റാണ് തോന്നുന്നു. ഗേറ്റാണ്. മതിലും ഗേറ്റും ഒക്കെ. കാർ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. പള്ളി കാണുന്നില്ല, അവിടെ പള്ളി അടുത്തൊന്നുമില്ല. സിമിത്തേരി മാത്രമേ ഉള്ളൂ. ആരൊക്കെ ഇറങ്ങി സിമിത്തേരിയിൽ നിന്ന് ഇറങ്ങി വീഴുന്ന ആരോ ആയുള്ളത്. സിമിത്തേരിയുടെ ഒരു ഗേറ്റാണ്, ചെറിയൊരു ഗേറ്റ്. ഈ സ്ഥലം ഗിരിയാഘാത്ത് എന്ന് പറയും. ഗിരിയാഘാത്ത് എന്ന സ്ഥലത്തിൻ്റെ പേര്. അവിടെ കാർ പാർക്കിംഗ് ഉണ്ട് എൻ്റെ ഫ്രണ്ടിൽ. നമുക്ക് കാറോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പാർക്ക് ചെയ്തിട്ട് കയറാനുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ട്.